ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈകുന്നേരമായി നിലവിളക്ക് കൊളുത്തി വിച്ചുക്കുട്ടനെ കൊണ്ടുവന്ന് തൊഴുവിച്ചു, ഭസ്മമൊക്കെ ഇടിയിച്ചു. അപ്പോഴേക്കും അമ്മ താണ്ടിരുന്ന് വെളുത്തുള്ളിയൊക്കെ പൊളിക്കുവാണ്. കഴിഞ്ഞ ദിവസം ഞാനും ചേട്ടനൂടെ കൊല്ലത്ത് പോയിട്ട് വന്നപ്പോൾ വാടിയിൽ നിന്ന് കേര കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അത് അച്ചാറിടാനുള്ള പ്ലാനിലാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് പറമ്പിൽ നിന്ന് പോയി കുറച്ച് കാന്താരിയൊക്കെ നുള്ളിക്കൊണ്ട് വന്നു. അത് കഴിഞ്ഞ് അമ്മ ആ കേര നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു. നമ്മൾ കറിക്കുള്ള പീസായിട്ടാണ് വാങ്ങിയത്. അപ്പോൾ താണ്ട പൂച്ചക്കുട്ടന്മാർ മീനിൻ്റെ മണം അടിച്ചതേ ഉള്ളൂ, കിടന്ന് ചുറ്റിക്കറങ്ങുവാണേ അവിടെയെല്ലാം. പിന്നെ അമ്മ കുറച്ചൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ, മീൻ തിന്നാൻ വേണ്ടിയിട്ട്. അതുങ്ങൾ എവിടുന്നോ വന്ന് കയറിയതാണ്, ചെറുതിലേ വന്ന് കയറിയതാട്ടോ. അതുങ്ങൾ പിന്നെ ഇവിടെ തന്നെ ആയി. പിന്നെ അമ്മയാണെങ്കിൽ നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ പിഴിഞ്ഞ്, വെള്ളം തീരെ നിൽക്കാൻ പാടില്ല, അച്ചാറായതുകൊണ്ട് ഇരിക്കാനുള്ളതല്ലേ, അല്ലെങ്കിൽ പിന്നെ അത് പെട്ടെന്ന് അങ്ങ് നശിച്ചു പോകും. അതുകൊണ്ട് അമ്മ നന്നായിട്ട് വെള്ളം പിഴിഞ്ഞ് മാറ്റി അതിൽ ഉപ്പും മഞ്ഞപ്പൊടി അതേപോലെ കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കി വെക്കണം കേട്ടോ. അമ്മയാണെങ്കിൽ കുരുമുളക് പൊടി വാരി വാരി അങ്ങ് ഇടുവാണ്. എനിക്കിത് കണ്ടിട്ട് ഇത് തോനി അങ്ങ് ഇടും, വിട്ടിട്ട് മതി വരാത്തതുപോലെ. അത്രേ എരി കൂടൂലെന്നായിരുന്നു എൻ്റെ സംശയം. പിന്നെ മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് അത് ഇളക്കി യോജിപ്പിച്ച് ഇളക്കട നന്നായിട്ട് പിന്നെയും കൂട്ടി ഇങ്ങനെ ഇളക്കി അങ്ങ് പിടിപ്പിച്ച് കേട്ടോ. എന്നിട്ട് അമ്മയാണെങ്കിൽ തീയൊക്കെ കത്തിച്ച് ഒരു ചീനിച്ചട്ടി എടുത്ത് വെച്ച്, അന്നേരം ഓർത്തത് ആ ചീനിച്ചട്ടിയിൽ വറുത്തെടുത്താൽ ചിലപ്പോൾ കൊള്ളില്ല, അതുകൊണ്ട് വലിയ ചീനിച്ചട്ടി മുകളിൽ കയറി എടുത്ത് അത് നന്നായിട്ട് കഴുകി മാറ്റി വെച്ചു കേട്ടോ. ആ ചീനിച്ചട്ടിയിലാണ് പിന്നെ ഞങ്ങൾ ഇനിയിപ്പോൾ അത് വറക്കാനായിട്ട് പോകുന്നത്. നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. എണ്ണയൊക്കെ കൊണ്ടുവന്ന് എണ്ണ പൊട്ടിച്ചൊഴിക്കണമായിരുന്നു, അതിന് മടിയായതുകൊണ്ട് അപ്പുറത്ത് പോയി അവിടുന്ന് പഴയ അടുക്കളയുണ്ട്. പഴയ അടുക്കള എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചിമ്മിനി അടുക്കളയിൽ പോയി അവിടുന്ന് ഇരുന്ന് എണ്ണ എടുത്തുകൊണ്ട് വന്ന് ഒഴിച്ചിട്ടാട്ടോ ഇത് വറക്കാൻ വേണ്ടി വെച്ചത്. എന്നിട്ട് നന്നായിട്ടത് വറക്കാനായിട്ട് തുടങ്ങി. നന്നായിട്ട് വെന്ത് വരണം കേട്ടോ. വെന്ത് ഇതാണെങ്കിൽ അങ്ങ് എന്താ പറയുക, ആ എണ്ണയും ആ ഇതൊക്കെ അങ്ങ് പിടിച്ച് നമ്മൾ ചേർത്ത മസാലയൊക്കെ അങ്ങ് പിടിച്ച് വരണം കേട്ടോ. അപ്പോൾ എണ്ണ കുറവാണെന്ന് തോന്നി, അപ്പോൾ അമ്മ കുറച്ചുകൂടെ എണ്ണ അങ്ങ് ഒഴിച്ചു കേട്ടോ. ഇരുന്ന എണ്ണ മൊത്തം അമ്മ അങ്ങ് ഒഴിച്ചു കേട്ടോ. ഒഴിച്ചിട്ട് നന്നായിട്ട് വറക്കാനായിട്ട് അങ്ങ് വെച്ചേ. വേണ്ട എണ്ണയിൽ കിടന്ന് ഇങ്ങനെ വേണ്ട വറന്ന് വരികയാണ്. എന്നിട്ടിത് ഈ സൈഡ് വറന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. അമ്മ അപ്പുറത്ത് എന്തോ ആവശ്യത്തിന് പോയപ്പോൾ ഞാനാട്ടോ കുഞ്ഞിനെയും കൊണ്ട് ഇളക്കി തിരിച്ചിട്ട്. അവനാണെങ്കിൽ സമ്മതിക്കത്തൊന്നുമില്ല കേട്ടോ. അമ്മ ആ സമയം കൊണ്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ അരിഞ്ഞു വെച്ചേ. എല്ലാം അരിഞ്ഞ് നീളത്തിൽ, വെളുത്തുള്ളി ആണെങ്കിൽ നീളത്തിലാട്ടോ അരിഞ്ഞത്, ഇഞ്ചി അതുപോലെ തന്നെ അരിഞ്ഞാട്ടോ ഇട്ടത്. അപ്പോൾ കുഞ്ഞാണെങ്കിൽ അവൻ അപ്പോഴത്തേനും കളി തുടങ്ങി. അവൻ ഇത്രയും കളിപ്പാട്ട് അവിടെ കിടന്നിട്ടും അവൻ ഇതുപോലത്തെ പ്ലാസ്റ്റിക് കവറുകൾ, പേപ്പറുകൾ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആട്ടോ കൂടുതൽ ഇഷ്ടം. ആ ഉടുപ്പിലൊക്കെ കണ്ടില്ലേ, ഇപ്പം ഞാൻ അങ്ങോട്ട് മാറ്റി കൊടുത്തതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ അതിനകത്തെല്ലാം വെള്ളമൊക്കെ ആക്കി. ഇതവൻ്റെ സ്ഥിരം പരിപാടിയാട്ടോ. നമ്മൾ എളുപ്പം ഡെയിലി ഇങ്ങനെ സ്ഥിരം ഇങ്ങനെ ഉടുപ്പ് മാറ്റിക്കൊണ്ടേയിരിക്കണം. അടുപ്പിച്ച് ഇങ്ങനെ ഡ്രസ്സ് മാറ്റി കൊടുത്തുകൊണ്ടേയിരിക്കണം. നിക്കറും അത് തന്നെ, ഉടുപ്പും അത് തന്നെ ആട്ടോ ഇവിടുത്തെ മെയിൻ പരിപാടി. കുഞ്ഞുങ്ങളുള്ളവർക്ക് പറഞ്ഞാൽ പെട്ടെന്ന് അത് മനസ്സിലാവും. അപ്പോഴത്തേക്ക് നമ്മുടെ ആ പിന്നെ മീനാണെങ്കിൽ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ അമ്മ ഒരുപാടൊന്നും ഇട്ടില്ല, ഇച്ചിരി. അമ്മ പറഞ്ഞു കുറച്ചുകൂടെ കിടക്കുവാണെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞു. പക്ഷെ അതിന് മുമ്പ് തന്നെ ഞങ്ങൾ കോരിയെടുത്തു കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ ഒരുപാട് നാൾ വെച്ചേക്കാനൊന്നും അല്ല. അതുകൊണ്ട് ഇവിടെ പിന്നെ അമ്മയ്ക്ക് അളവൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കടുവ് ഇങ്ങനെ കൈ കൊണ്ട് വാരി ഇങ്ങോട്ട്. ഞാൻ ചോദിച്ചാൽ അമ്മ ഇത് അളവൊന്നും വേണ്ടേ, വാരി അങ്ങ് ഇട്ടാൽ മതിയോ? അമ്മ പറയാം, അതൊക്കെ ഒരളവാ, അങ്ങനെയൊക്കെ അങ്ങ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞാട്ടോ ഇടുന്നത്. അതൊക്കെ ഒരു കൈയുടെ അളവാ എന്ന് പറഞ്ഞാട്ടോ ഇട്ടേക്കുന്നത്. പിന്നെ കറിവേപ്പില, അതേപോലെ നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടി ഇട്ട് മൂപ്പിക്കണം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ കടുകിട്ട് കറിവേപ്പില ഇട്ട് കഴിഞ്ഞിട്ട് ഇഞ്ചി ഇട്ടു. ഇഞ്ചി ഒന്ന് കുറച്ചൊന്ന് ഇളക്കിയിട്ടാണ് പിന്നെ നമ്മൾ വെളുത്തുള്ളിയും കൂടി ഇട്ടത്. വെളുത്തുള്ളി നന്നായിട്ട് ഇതായിട്ട് മൂത്ത് വരണം. വിച്ചു ആണെങ്കിൽ കണ്ടില്ലേ, ഇതാ പരിപാടി. എപ്പോഴും മുടി പിടിച്ച് വലിയും, അതേപോലെ ഒരു തരത്തിൽ സമ്മതിക്കില്ല കേട്ടോ. ഇങ്ങനെ കടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ നമ്മളെ. ഇങ്ങനെ എപ്പോഴും അവനിങ്ങനെ ചില സ്നേഹം വന്നു കഴിയുമ്പോഴാട്ടോ കൂടുതലും അവനിങ്ങനെ കാണിക്കുന്നത്. പിന്നെ ആണെങ്കിൽ ഇത് നന്നായിട്ട് മൂത്ത് വന്നപ്പോഴത്തേക്ക് നമ്മളാണെങ്കിൽ വറുത്ത് കോരി വെച്ചിരിക്കുന്ന കേരക്കുട്ടനെ എടുത്ത് അതിനകത്ത് അങ്ങ് തട്ടിയിട്ട് നന്നായിട്ട് നമ്മൾ ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കണം. യോജിപ്പിച്ച് അതിൻ്റെ ആ പരുവത്തിന് തീയൊക്കെ കുറച്ച് വെച്ച് നമ്മളിങ്ങനെ യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ അത് അതിനകത്ത് കിടന്നൊന്ന് അതിൻ്റെ ആ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ ഒന്ന് മണമൊക്കെ ഒന്ന് അതിനകത്തിലോട്ടൊന്ന് സ്പ്രെഡായി നല്ല രീതിയിൽ അതൊന്ന് എന്താ പറയുക, നല്ല രീതിയിൽ അതൊന്ന് കുഴഞ്ഞു വരും. അങ്ങനെ നല്ല രീതിയിൽ നമ്മൾ കുഴച്ച്
ഇതിനിടയിൽ നമ്മൾ ഒരു കാര്യം മറന്നുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ മീനച്ചാറിനൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒഴിക്കേണ്ട ഒരു സാധനമാണ് എന്തെന്ന് പറയുന്നത് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. അത് ഇവിടെ അമ്മയ്ക്കൊക്കെ ഇങ്ങനെ കേട്ടോ അളവെന്ന് പറയുന്നത്. അങ്ങനെ അമ്മയ്ക്കൊന്നും അളവ് എന്ന് പറയുന്ന സംഭവമില്ല, അത് എൻ്റെ ഒരു പരുവത്തിന് അമ്മ ഒഴിച്ചു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും. വിനാഗിരി ഒഴിച്ചതിൻ്റെ ആട്ടോ ഈ പുകഞ്ഞിങ്ങനെ വരുന്നത്, അല്ലാതെ അടുക്കി പിടിച്ചതൊന്നും അല്ലേ. ആ ചട്ടിയിലുണ്ടായിരുന്ന ബാക്കി എണ്ണയും കൂടെ അമ്മ വടിച്ചൊഴിച്ചിട്ടോ. എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലയോ കുക്ക് ചെയ്യുന്നത്. അമ്മയും ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ. അവരുടെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു പാകം, അതാണ് അവരുടെ അളവെന്ന് പറയുന്നത്. നമ്മളതങ്ങ് മനസ്സിലാക്കിക്കോണം. എന്നിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ട് ഒന്ന് ആയപ്പോഴത്തേനും അമ്മ കുറച്ചൊരു പാത്രത്തിൽ എടുത്ത് തന്നു. ഞാനത് തിന്ന് നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഇച്ചിരി ഉപ്പ് കുറവാന്ന് തോന്നി. ഞങ്ങളുടെ അമ്മയ്ക്ക് ഇവിടെ ഉപ്പ് എല്ലാത്തിനും കുറച്ചൊക്കെ മതി കേട്ടോ. പക്ഷെ അച്ചാറെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് വേണ്ടേ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഒന്നുകൂടെ തീ കത്തിച്ച് ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് അങ്ങ് എടുത്തു കേട്ടോ. വീണ്ടും ഞാൻ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. കാരണം ഒരു അച്ചാറെന്ന് പറയുമ്പോൾ ആ ഒരു പുളിപ്പൊക്കെ വേണമല്ലോ. പുളിയൊക്കെ കുറവായതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഒഴിച്ചു. എന്നിട്ട് വീണ്ടും ഇളക്കട നന്നായിട്ട് വീണ്ടും ഇളക്കി ഒന്ന് യോജിപ്പിച്ചങ്ങെടുത്ത് അമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അമ്മയെ അപ്പോഴത്തേനും ഞാൻ കുഞ്ഞിനെ അമ്മയുടെയിലങ്ങ് ഏൽപ്പിച്ചു കേട്ടോ. ഏൽപ്പിച്ചിട്ടാട്ടോ ഞാനിത് ചെയ്യുന്നത്. അവൻ്റെ അടുത്ത് ആരെങ്കിലും എപ്പോഴും വേണം. അവനിങ്ങനെ താഴെ ഇരുന്ന് കളിക്കുവാണെങ്കിലും ഒരാളെപ്പോഴും കൂടെ വേണം. അപ്പോൾ ഒരാൾ കിച്ചണിലാണെങ്കിൽ ഒരാൾ അവൻ്റെ കൂടെ വേണം കേട്ടോ. അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ ഞാനാണെങ്കിലും ഒന്ന് ഇളക്കി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഇച്ചിരി ഉപ്പൊക്കെ ഉണ്ട്, നല്ല രുചിയായിട്ടുണ്ട് കേട്ടോ സംഭവം. അങ്ങനെ അമ്മയ്ക്ക് ഞാൻ ഇച്ചിരി എടുത്ത് കൊടുത്തേ. എന്നിട്ട് അമ്മ ഇപ്പോൾ ഇച്ചിരി കൂടി താകൊച്ചേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ രണ്ടാമതും കൊടുത്തതാണ്. വിച്ചുക്കുട്ടൻ എന്താണ്ട് ഞാൻ ഇത് ഇച്ചിരി ഒന്ന് വായിൽ വെച്ച് കൊടുത്തു ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഭയങ്കര കരച്ചിലായി കേട്ടോ. അവനത് വേണം തിന്നാൻ വേണ്ടിയിട്ട്. വിനാഗിരി ഒഴിച്ചതായതുകൊണ്ട് എനിക്ക് കൊടുക്കാൻ നല്ല മടിയുണ്ടായിരുന്നു. പക്ഷെ അവനാണെങ്കിൽ ഭയങ്കര കരച്ചില്ല. അത് അങ്ങോട്ട് തിന്ന് കഴിയുമ്പോഴത്തേക്കും അങ്ങ് കരയാനങ്ങ് തുടങ്ങുക. അത് വീണ്ടും വേണം, അതിന് വേണ്ടിയിട്ട് അങ്ങ് കരയാൻ തുടങ്ങുക. അങ്ങനെ പിന്നെ 2-3 വട്ടമായിട്ട് ഇങ്ങനെ അവൻ കരഞ്ഞു കേട്ടോ, പിന്നെയും കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ 1-2 വട്ടമൊക്കെ കൊടുത്തു. പിന്നെ വിനാഗിരിയല്ലേ ഒരുപാട് കൊടുക്കരുതല്ലോ എന്ന് കരുതിക്കൊണ്ട് ഞാൻ പിന്നെ അങ്ങ് കൊടുത്തില്ല, വേണ്ടാന്ന് വെച്ചു. അവൻ പിന്നെ കുറേ നേരമൊക്കെ കരഞ്ഞു. ആ കരച്ചിൽ നമ്മൾ എല്ലാം അങ്ങ് കരയുന്നത് നമ്മളങ്ങ് കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർക്കൊരിതാവുമല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ കൊടുത്തില്ല. അല്ലല്ലോ അവൻ്റെ ഹെൽത്തിന് അത്ര നല്ലതും കൂടെ അല്ലല്ലോ. പിന്നെ എന്താണ്ടല്ലേ പിന്നെയും കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ 2-3 വായൊക്കെ കൊടുത്തു. പിന്നെ ഞാനാണെങ്കിൽ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മസ്റ്റ് ട്രൈ ആണ്, എല്ലാവരും ചെയ്തു നോക്കണം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വിച്ചുക്കുട്ടൻ്റെ വക ടാറ്റയുണ്ട്, ഫ്ലൈയിങ് കിസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ടാറ്റാ, സീ യു.